താഴ്മയായി ഞാൻ ആദ്യം അപേക്ഷിക്കട്ടെ. ഈ സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയങ്കര കെ വിനോദ് കുമാർ, സ്വാഗതം ആശംസിച്ച പ്രിയങ്കര ബിജു ഇളക്കുഴി, മുഖ്യ പ്രഭാഷണം നടത്തുന്ന അതിന്റെ ബി ഗോപാലകൃഷ്ണൻ, നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ രഘുദാസ്, ആമുഖ പ്രസംഗം നടത്തുന്ന പൈലി BDJ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രഞ്ജിത്ത്, മുഴുവൻ വായിച്ചാൽ ഒത്തിരി സമയം പോകും എന്നതുകൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാം ഞാൻ പറഞ്ഞതായി നിങ്ങൾ കണക്കാക്കണം എന്ന് അപേക്ഷിക്കുന്നു. സ്നേഹിതരെ, ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പ് നടക്കുക. നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളെ അറിയിക്കാൻ തയ്യാറായി മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കും അഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. സ്നേഹമുള്ള തൊഴിലാളി സഖാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്, അവരോടും എന്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. സുഹൃത്തുക്കളെ, വളരെ വിനയത്തോടുകൂടി ഞാൻ അപേക്ഷിക്കട്ടെ, ഒന്നുകൂടി അപേക്ഷിക്കട്ടെ, അരക്കിട്ട് ഉറപ്പിക്കേണ്ടതാണ്. ശ്രീ സി രഘുദാസ് ജൂൺ മാസത്തിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ മോദിജിക്ക് കൈപൊക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരിക്കണം എന്ന് ഉറച്ച അഭിപ്രായം നിങ്ങൾ തീരുമാനിക്കണം. ആ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ പാടില്ല. എന്താണ് ഞാനിത് പറയുന്നത്? വെറുതെ ഒരു തമാശ രൂപത്തിൽ പറയുന്നതല്ല. ഇവിടെ മത്സരിക്കുന്ന മറ്റ് 2 സ്ഥാനാർത്ഥികൾ നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കൂ. സ്ഥാനാർത്ഥികളെ പറ്റി മോശം പറയുന്നത് ശരിയല്ല, മോശം പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. മത്സരിക്കുന്ന LDF, UDF, നമ്മുടെ BJP അല്ലെ NDA സ്ഥാനാർത്ഥി ആശയപരമായി മലയാളികളായ മനുഷ്യർക്ക്, നിഷ്പക്ഷമതികളായ ആളുകൾക്ക് യോജിക്കാൻ കഴിയുന്ന ആശയങ്ങൾ മുൻപോട്ട് വെച്ച് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആര് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ സ്ഥാനാർത്ഥിയുടെ സൗന്ദര്യമല്ല ഇവിടുത്തെ പ്രശ്നം. സൗന്ദര്യം നോക്കിയാലും നമ്മുടെ സ്ഥാനാർത്ഥിയാണ് നിന്നത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് ആശയങ്ങൾക്ക് അർത്ഥം. ഇവിടെ കേരളത്തിൽ വന്ന് വോട്ട് ചോദിച്ച് LDF UDF പരസ്പരം മത്സരിച്ച് ബാക്കി എല്ലാവരെയും ഗുണം വരുത്തി 2 പേരിൽ ആരെങ്കിലും ഒരാൾ ജയിച്ച് മുകളിൽ ചെന്നാൽ ഇവർക്ക് ഇവരെ കൊണ്ടെടുത്ത കാര്യം പാർലമെന്റ് മുഴുവൻ എന്തോ ചെയ്യാൻ. അവിടെ ചെന്നാൽ പാർലമെന്റിൽ മഹാന്മാരുടെ പ്രതിനിധിയിൽപ്പെട്ട് അതിന് മുന്നിൽ നിന്ന് സിന്ദാബാദ് വിളിക്കുക എന്നുള്ളതാണ് ഇവിടുന്ന് പോകുന്ന MP-മാരുടെ ജോലി. ഒരു പണിയില്ല. ആ സഭയ്ക്കകത്ത് കയറുവല്ലോ വർത്തമാനം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആ പ്രേമചന്ദ്രൻ എങ്ങാണ്ട് ഇതിന് പാർലമെന്റിൽ വന്ന് സംസാരിക്കാറുണ്ട്. അല്ലാതെ നമ്മുടെ സുധാകരൻ സഖാവിന് ഇവരെ സംസാരിച്ചതായി ഞാൻ കേട്ടില്ല. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അങ്ങനെ അദ്ദേഹത്തെ ചെറുതാക്കുന്നുമില്ല. അദ്ദേഹം KPCC പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നയാളാണ്. പക്ഷെ അദ്ദേഹത്തിനും കണ്ണൂർ എന്ന് പറയുന്ന ഈ നാടിനോട് സ്നേഹം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറയട്ടെ. എന്റെ ആരോഗ്യ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നമുള്ളവർ മത്സരിക്കാൻ പോകാൻ പാടില്ല, അതാണ് ശരി. മറ്റേ ആളാണെങ്കിലും ഇടതുപക്ഷത്തിന് ഇവിടെ നിന്ന് ജയിച്ചാൽ എന്താ ഗുണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർലമെന്റിൽ പോയി കൈവെക്കാൻ അവസരം കിട്ടുമോ? നമ്മളിവിടെ നോക്കുന്നത് എന്താ? സ്ഥിരമായ ഭരണം, ഉറച്ച ഭരണം, അഴിമതിരഹിതമായ ഭരണം, ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ ഭരണം നടത്തുന്ന ഒരു ഗവൺമെന്റ് രൂപം നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഏപ്രിൽ 26 നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വേറൊന്നിനും വേണ്ടി വോട്ട് ചെയ്യല്ല. ഇവിടെ ആർക്കും അറിയില്ലാത്തത്, തർക്കമില്ലാത്ത കാര്യമില്ലേ? കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് ഭാരതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരായ പ്രധാനമന്ത്രി മോദിജി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ആർക്കും തർക്കമില്ല എന്ന് നിങ്ങൾ അറിയണം. ആർക്കും തർക്കമില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും എന്ന് പറയുമ്പോ പലർക്കും മനപ്രയാസമുണ്ടെങ്കിലും ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് മോദിജിയെ ചീത്ത പറയാനുള്ള സ്ഥലം? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ കൊച്ചു കേരളത്തിലും തമിഴ്നാട്ടിലും അല്ലാതെ വേറെ ഒരിടത്തും ഒരുത്തരുമില്ല. ഉത്തരേന്ത്യയിലുള്ള ജനങ്ങൾ മുഴുവൻ മോദിക്ക് അനുകൂലമായി, താമരയ്ക്ക് അനുകൂലമായി,
താമര സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി വോട്ട് പിടിച്ചുകൊണ്ട് നടക്കുമ്പോ ഇവിടെ ഒരു പിണറായി, ഇവിടെ ഒരു സുധാകരനും BJPയെ ചീത്ത പറഞ്ഞുകൊണ്ട്, പ്രധാനം BJPയെ ചീത്ത പറയുന്ന രാഷ്ട്രീയമാണ് പറയട്ടെ. ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തെ 5 വർഷത്തിനകം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന നരേന്ദ്രമോദിജിയെ ചീത്ത പറയുന്നത് മര്യാദയാണോ? ഇവിടെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഞാൻ വളരെ രഘുനാഥൻ തന്നെ നിങ്ങൾ വോട്ട് ചെയ്യണം. കാരണം അവിടെ ചെന്ന് എന്തെങ്കിലും പറയണ്ടേ, ഇവിടുത്തെ ജനങ്ങളെ പറ്റി പറയണ്ടേ? ഞാൻ നിങ്ങളോട് ചോദിച്ചത് രഹസ്യമായിട്ട് ഒരു ചെറിയ രഹസ്യം ചോദിക്കുക. പൗരാവകാശ നിയമം ഭയങ്കര കുഴപ്പമാണെന്നാ പറയും. പൗരാവകാശ നിയമം എന്തൊരു പ്രശ്നമാണ്. ആ പൗരാവകാശ നിയമം പാസാക്കിയപ്പോ ഈ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും MP എവിടെയായിരുന്നു? ശക്തമായി പ്രതിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ സത്യം ജനങ്ങളെ അറിയിക്കുന്നില്ല? ഇവിടെ കോഴിക്കോട്ട് പിണറായി വിജയൻ എന്ന് പ്രസംഗിക്കുക പൗരാവകാശ നിയമമാണ് പിള്ളേർക്കൊക്കെ പ്രശ്നം. നിങ്ങൾ അതൊന്ന് വീട് കയറുമ്പോൾ ജനങ്ങളോട് പറയാൻ വേണ്ടി ഒന്ന് വിശദീകരിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുക. പൗരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ 2014 മുമ്പ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പീഡനമേറ്റുവാങ്ങി ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ജീവനം കൊണ്ടോടി ഇന്ത്യയിൽ അഭയം തേടിയ പാവപ്പെട്ട ഹൈന്ദവരും ക്രൈസ്തവരും ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരായിട്ടുള്ള സിഖുകാരും പാഴ്സികളുമായിട്ടുള്ള ആളുകൾക്ക് പൗരാവകാശം കൊടുക്കുന്നത് കഞ്ഞി കുടിക്കാനുള്ള ഒരു കടലാസ് കൊടുക്കുന്നു. മനസ്സിലായി? റേഷൻ മേടിക്കാൻ ഒരു കടലാസ് കൊടുക്കുന്നു. അതിനെയാണ് എതിർക്കുന്നത്. എത്ര പേരുണ്ട്? ഇത്രയും വലിയ ബഹളം വെക്കുകയാണല്ലോ. ആകപ്പാടെ നിങ്ങളറിയണം, ബംഗ്ലാദേശിലോ ഇവിടെ മുസ്ലിം ലീഗും ഇവിടുത്തെ മുസ്ലിം സംഘടനയും പറയുന്നത് എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടില്ല? എന്റെ മുസ്ലിം ലീഗുകാരാ, പാണക്കാട് തങ്ങളെ നിങ്ങളൊരു മാന്യമായ കുടുംബത്തിൽ ജനിച്ചവരല്ലേ? സത്യം പറഞ്ഞ നിങ്ങളോട് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മുസ്ലിങ്ങൾക്ക് പീഡനമുണ്ടോ? പറ, കേൾക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് വേറൊന്നുകൂടെ ചോദിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതത്തിൽ ഈ ഇസ്ലാം മതവിശ്വാസികൾക്ക് എവിടെയാണ് പീഡനം? നിങ്ങൾ പറ, കേൾക്കട്ടെ. നിങ്ങളെ താലോലിച്ച് കൊണ്ടുകിടക്കുകയാണ്. ഇന്ത്യൻ ജനത കൊണ്ടുകിടക്കുകയാണ്. ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ് നിങ്ങളെ. ഇസ്ലാം മതവിശ്വാസികളെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന രാജ്യമായി മഹത്തായ മോഡി ഭരിക്കുന്ന മഹത്തായ ഭാരതം മാറിയിരിക്കുക. പിന്നെ എന്തിനാണ് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത്? രസെന്താ? ഈ പൗരാവകാശ നിയമപ്രകാരം എത്ര പേർക്കാണെന്നറിയാവോ പൗരാവകാശം കൊടുക്കുന്നത്, പൗരത്വം കൊടുക്കുന്നത്? 5000 ഹിന്ദുക്കൾക്ക്. നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്, എണ്ണം പഠിച്ചു തോന്നുന്നു. ഇത് പറയുന്ന കേട്ട 10-15 കോടി ജനങ്ങൾക്ക് പൗരാവകാശം കൊടുക്കുന്ന ഇവന്മാരുടെ മനസ്സിൽ കേട്ടാ തോന്നുക. പിണറായി ഒക്കെയല്ലേ പറയുന്നത്. ജനിച്ചപ്പോ സത്യം പറഞ്ഞിട്ടില്ലാത്തവരാ സാധനം കണ്ണൂരുകാർക്ക്. ജനിച്ചപ്പോ എവിടെ മോട്ടിക്കാം, എവിടെ കണ്ണം പിടിച്ചു പഠിക്കാന്നൊക്കെ നടക്കുക. ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. മുഴുവനായിട്ട് കോടതി പറയും പേടിക്കേണ്ട, താമസിക്കാതെ. നമുക്ക് സെൻട്രലിൽ കാണാവുന്നേ പുള്ളി അധികം താമസിക്കാതെ. മനസ്സിലാക്കി? എന്തൊരു കാലമാണ്. ആകെ 5000 ഹൈന്ദവ സഹോദരങ്ങൾക്കാണ് ഈ നിയമപ്രകാരം 2014 മുമ്പ് കൊടിയേറിയ പൗരന്മാർക്ക് ഈ അവകാശം ഉണ്ടാക്കും. ക്രിസ്ത്യാനി അതാകെ എത്ര പേര്? 2000, 5-7. ബാക്കി പാഴ്സി, സിഖ് ഉൾപ്പെടെ എല്ലാം കൂടെ വന്നാലും 3000 തികയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മാക്സിമം 10,000 ആളുകൾക്ക് റേഷൻ കാർഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നു എന്നതിനാൽ ആണ് ഈ രാജ്യം മുഴുവൻ ബഹളമായിട്ട് നടക്കുന്നത്. ആരൊക്കെയാ നടക്കുന്നത്? ഒന്ന് പിണറായി, ഒന്ന് സുധാകരൻ, ഒന്ന് മമതാ ബാലൻ. ഞാൻ ബംഗാളിൽ അവർക്ക് തർക്കോടെന്നാ പറഞ്ഞത്. ആ ബംഗാളിലും അവിടെ മറ്റപ്പണിയാവുന്ന ഇടപാട്. അതുകൊണ്ട് ഒന്ന് ആലോചിച്ചു എന്തൊരു കാലമായില്ലേ. അപ്പോ ഇവിടുത്തെ ഭാരതം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ നിൽക്കുന്ന ജനങ്ങൾക്ക്, ജീവനും കൊണ്ട് ഓടിയെത്തിയ പാവങ്ങൾക്ക് പൗരാവകാശം കൊടുക്കുന്നത് ഒരു തെറ്റാണെന്ന് പറയുന്ന ഈ നാണം കെട്ട
ആളുകളോട് വളരെ വിനയത്തോട് പറയാനുള്ളത് നിങ്ങൾ മര്യാദ കാണിക്കണം. പിന്നെ മുസ്ലിങ്ങളെ വലിയ പ്രശ്നം ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിക്കില്ല. ഇലക്ഷൻ കമ്മീഷൻ എന്താ? ഇലക്ഷൻ കമ്മീഷനെ നിങ്ങൾ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് വെച്ചിട്ട് ഏപ്രിൽ 26 വെള്ളിയാഴ്ചയല്ലേ ഞങ്ങൾക്ക് നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണം. നിസ്കരിച്ചു വന്നു വോട്ട് ചെയ്തേച്ചാണ് കുഴപ്പം. വലിയ വഴക്ക് ഇസ്ലാം മതവിശ്വാസം, അതായത് മുസ്ലിം വർഗീയത ഉണ്ടാക്കുക. അല്ലാതെ എന്താ ഇങ്ങനെ കിടക്കുന്നത്? വെള്ളിയാഴ്ചയുടെ പ്രാധാന്യമൊക്കെ ഞങ്ങൾക്കറിയാം, ഞമ്മക്ക് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്. 40,000 പോപ്പുലേഷനുള്ള ഈരാറ്റുപേട്ടയിൽ 38,800 ഇസ്ലാം മതവിശ്വാസികളാണ്. 67 മുസ്ലിം ദേവാലയങ്ങൾ ഈരാറ്റുപേട്ടക്കകത്തുണ്ട്. അവിടെ ജീവിക്കുന്നവരാണ് ഞാൻ. ആകെ 1,200 കൊണ്ട് ഞങ്ങളെല്ലാം കൂടെ, ബാക്കി 38,800 അവരാണ്. അതിനിടയ്ക്ക് ജീവിക്കുന്ന ആളാണ് ഞാൻ. മനസ്സിലായി? അപ്പോ അങ്ങനെ ഉള്ള എനിക്ക് നൽകാവുന്ന അതുകൊണ്ട് പറഞ്ഞതാണ്. അതായത് വെള്ളിയാഴ്ച ജുമാ നിസ്കാരം എന്ന് പറഞ്ഞാൽ 12 1.5 മണിക്കൂർ എമ്പടി വരും. പോട്ടെ 2 മണിക്കൂറൊക്കെ കൊടുത്തേരെ, അത് കൂടുതൽ വേണോ വോട്ട് ചെയ്യാൻ പോകേണ്ട? അത് നിസ്കാരം കഴിഞ്ഞ് വോട്ട് ചെയ്യാൻ പാടില്ല. ഇത് പറയുന്ന ഇസ്ലാം മതവിശ്വാസങ്ങൾ നിങ്ങളെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം മോദിയുടെ തീരുമാനമല്ല, ഗവൺമെന്റ് തീരുമാനമല്ല. പക്ഷേ ആ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനത്തെ പോലും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ നയം ശരിയാണ്. ഇതൊക്കെ സങ്കടമല്ല. അതിനനുകൂലമായി ഇവിടുത്തെ പിണറായി വിജയൻ പ്രസംഗിക്കുന്നു. അതിനനുകൂലമായി കോൺഗ്രസിലെ നേതാക്കന്മാർ സുധാകരൻ ഉൾപ്പെടെ പ്രസംഗിക്കുന്നു. മര്യാദയാണ്. നിങ്ങൾക്ക് നാണമില്ലേ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനത്തെ അപമാനിക്കാൻ? ഞാൻ ചോദിക്കട്ടെ, എന്നാൽ 2009 തെരഞ്ഞെടുപ്പ് എന്താ നടന്നത്? 2009 തെരഞ്ഞെടുപ്പ് നടന്നത് ഒന്നാം തരം ഞായറാഴ്ച ദിവസം. അറിയാം, ഞായറാഴ്ചയുടെ പ്രത്യേകത എന്താ? ഇസ്ലാം വിശ്വാസികളെ പോലെ വെള്ളിയാഴ്ച നിസ്കാരം മാത്രമല്ല. ഞാനൊരു ക്രൈസ്തവനാണ്. ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം 10 പ്രമാണങ്ങളുണ്ട്. അതിലൊരു പ്രമാണം ലംഘിച്ചാൽ സ്വർഗരാജ്യം കിട്ടുകയില്ല. ആ 10 പ്രമാണങ്ങളിൽ ഒന്നാണ് ഞായറാഴ്ചകളിലും കടവള തിരുനാളുകളിലും ശുദ്ധമായി ബഹുമാന പുരുഷം ആദരിക്കുക. പള്ളിയിൽ പോയി കുർബാന കാണണം. മനസ്സിലായി? മുഴുവൻ കുർബാന കാണണം, അല്ല പറ്റിയില്ല. അങ്ങനെ 2009 അരിവത്തറ ഭവനാപ്പള്ളി പോയി കുർബാന കണ്ട് ദൈവം തമ്പുരാനോട് വിവരം പറഞ്ഞേച്ച് രാവിലെ വന്ന് വോട്ട് പുട്ടോക്ക് കുത്തിക്കൊടുത്തു. ഞാൻ കുട്ടികൾ ജയിക്കുകയും ചെയ്തു. പ്രാർത്ഥന വേണം. മനസ്സിലായി? വെള്ളിയാഴ്ച അതുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച പോയി നിസ്കരിക്കണം. ജുമാ നിസ്കാരം കഴിഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി നിങ്ങൾ വോട്ട് കുത്തിക്കൊണ്ട് ജയിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമില്ല. അതിന്റെ കുഴപ്പം അത് വേണം, അല്ല പറ്റിയല്ല. ഇവിടെ കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്താ? നമ്മുടെ കടം അറിയാമോ എത്രയാണ്? പിണറായി വിജയൻ എല്ലാവരെയും രക്ഷിക്കാൻ നടക്കുക. ആ പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടമെന്ന് പറയുന്നത്, ഐസക് ധനകാര്യമന്ത്രിയുടെ കിഫ്ബി ഉൾപ്പെടെ വന്നിരിക്കുന്ന കടമെന്ന് പറയുന്നത് 4,50,000 കോടി രൂപയാണ് എന്ന് നിങ്ങൾ അറിയണം. തർക്കണ്ട പറയട്ടെ, ഞാൻ നേരിടാൻ തയ്യാറാ. ഐസക് പറയട്ടെ. 4,50,000 കോടി രൂപ കടമെന്ന് പറഞ്ഞാൽ 3 ലക്ഷം കോടി രൂപ കടമായപ്പോൾ ഒരു രാജ്യമായ നമ്മുടെ ശ്രീലങ്ക ആഭ്യന്തര കലഹമുണ്ടായി. ആ രാജ്യം കുട്ടിച്ചമായി. ആ രാജ്യത്തെ രക്ഷിക്കാൻ സമീപ പ്രദേശങ്ങളിലെ രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ പേഴ്സണലായി ഓരോ രാജ്യങ്ങൾ ഇടപെട്ട് കടം കൊടുത്ത് ആ രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയിലായി ജീവിക്കുക. ഇവിടെയോ? ഇവിടെ കടം കയറി കുടുങ്ങി. റേഷൻ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട്? ആ മോദി സഹായിക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായോ? അല്ലാതെ ചുമ്മായിട്ടൊന്നും ഇവിടെ അധ്യക്ഷൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇതിലേക്ക് കടക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആശുപത്രിയിൽ, ഇവിടെ ആശുപത്രിയിലൊക്കെ രോഗികൾ കിടക്കുന്നത് മരുന്ന് വല്ലതും ഉണ്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല. ഇല്ല. നിങ്ങൾ നോക്കാൻ പോയി. ഞാൻ ഓർക്കിയാൽ ഞാൻ മുണ്ടക്കൽ എന്റെ ആശുപത്രി, അവിടെ 5 നില കെട്ടിടം പണിത് ആശുപത്രി ഉണ്ടായി. മരുന്നുണ്ടായത് മാത്രമല്ല 7 ഡോക്ടർമാരുണ്ടായി. കഴിഞ്ഞ ആഴ്ച എന്നപ്പോ
പ്രസവവാടൊക്കെ എയർ കണ്ടീഷനാണ്. പ്രസവവാടിലൊന്നും ഒരു പെണ്ണുങ്ങളും വരുന്നില്ല. കാരണം ഡോക്ടർമാരുള്ള നേഴ്സുമാരും അവിടെ അടച്ചു പിടിക്കണം. അതാണ് ഈ പിണറായി ഇപ്പോഴത്തെ ഭരണം. ഇങ്ങനെ പോയാൽ എങ്ങനെ നോക്കുന്നത്? പിണറായി വിജയൻ ഒരു കാര്യം ചെയ്യണം. പിണറായി വിജയനിൽ പണമുണ്ട്, ഒളിച്ചു വെക്കേണ്ട പിണറായി വിജയൻ എനിക്കറിയാം. എല്ലാവരും ഇപ്പൊ പരസ്യമായി പറയുന്നില്ലെങ്കിലും ബാക്കിയുടെ കോടതി കൊടുക്കുമ്പോൾ പിണറായിക്ക് മനസ്സിലായിക്കോളും. 4,50,000 കോടി പോയിട്ട് അതിന് ഇരട്ടി തുക വേണമെങ്കിൽ അടയ്ക്കാനുള്ള സാമ്പത്തികം ഈ കേരളത്തിലെ ജനങ്ങളെ പിഴിഞ്ഞ്, കോൺട്രാക്ടർമാരെ പിഴിഞ്ഞ്, വൻകിട വ്യവസായികളെ പിഴിഞ്ഞ് പിണറായി വിജയൻ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പിണറായി വിജയൻ അങ്ങനെ രക്ഷണം നോക്കണ്ട. ഞാൻ വ്യക്തിപരമായി മുഖ്യമന്ത്രി ആക്രമിക്കുന്നതല്ല. ഇത് ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്, ഇനി ഇവിടെ പറയും. ധൈര്യമുണ്ട് പിണറായി വിജയൻ എനിക്കെതിരെ കേസ് കൂടാൻ. ഞാനൊന്ന് കാണട്ടെ. നിങ്ങൾ നിരപരാധിയായ 4 പ്രാവശ്യം ഈ പാവപ്പെട്ട പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് എന്നെ പിടിച്ചുകൊണ്ട് കോടതി കൊണ്ടുപോയതല്ലേ? 4 പ്രാവശ്യം മൈസേട്ടന്മാരെ എന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞില്ലേ? എന്നെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആകെ സംരക്ഷണത്തിൽ വന്നത് നല്ലവരായ RSSന്റെ പ്രവർത്തകരും BJPക്കാരും മാത്രമായിരുന്നു എന്ന് എനിക്ക് നന്ദി എന്ന് മനസ്സിലായി. ഞാൻ തന്തയ്ക്ക് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ BJP ചേർന്നത്. ഒളിച്ചു വെക്കണ്ട. എല്ലാവരും ചോദിക്കും BJP ചേർന്നത്. അവരായതിനോട് മാന്യത കാണിച്ചത് അതുകൊണ്ട്. അല്ല എന്താ എന്നെ പിടിച്ചോണ്ട് പോക്കാം. വീട്ടിൽ കിടന്നില്ല. പോലീസ് 10-20 പോലീസ് വന്നിട്ട് കാണണം എന്ന് പറയും. ഇങ്ങനെ പിടിച്ചു ഉണ്ടായില്ല. ഞാൻ വണ്ടിക്കകത്ത് കയറുന്നു. എന്റെ വണ്ടിയിലേ പോകാറുള്ളൂ. ഈ പോലീസുകാരനെ പിണറായിയുടെ വണ്ടിയിൽ പോകാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. എന്തൊരു ഗതിയായിരുന്നു. ഞാൻ ഓർക്കായിരുന്നു. ഓരോ പ്രാവശ്യം പ്രസിഡന്റ് പിടിച്ചുകൊണ്ടുപോയി എനിക്ക് വലിയ മനപ്രയാസം തോന്നി. നിരപരാധിയായി ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നു. ദൈവം തമ്പുരാനെ ഈ കള്ളന്മാരെ കശ്മീരന്മാരെ ഇനി വെട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ ഭാര്യ കൊന്തയെടുത്തുകൊണ്ട് പറഞ്ഞു, ഇവൻ അനുഭവിക്കും. അന്ന് തുടങ്ങി അനുഭവിച്ചോണ്ടിരിക്കുക. അനുഭവിക്കുക ഇനിയല്ല, ഇനിയും കിടക്കുന്നു. എന്നെ പിടിച്ചോണ്ട് പോയി ഞാൻ ചോദിച്ചു, എങ്ങോട്ടാവേ എന്നെ കൊണ്ടുപോകുന്നു? നിങ്ങൾ നോട്ടീസ് തന്നെ ഞാൻ വരികയല്ലേ, പിന്നെ എങ്ങനെ എന്നെ പിടിച്ചോണ്ട് പോകുന്നു? അത് പറയാൻ പോരെന്ന് പറഞ്ഞു. ഞാൻ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഫോൺ വരുന്ന പോലീസ് ഓഫീസർമാർക്ക് കസ്റ്റഡിയിൽ എടുത്തോന്ന്. ഞാൻ പറഞ്ഞ അമ്മയെ കെട്ടിച്ചെന്ന് പറയാൻ പറഞ്ഞു. എന്ത് ചെയ്യും? കൊണ്ടുപോകും. പോയേക്കാം. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് 6 കിലോമീറ്റർ ഇപ്പുറം ചെന്നപ്പം നല്ല മസിൽപ്പുള്ള കുട്ടന്മാർ ഒരു 10-200 പേര് വന്ന് കാറ് കാണിക്കും. പോലീസുകാർ ഇങ്ങനെ ഒരു 30 വണ്ടി പോലീസുണ്ട്. പോലീസുകാരും വിളിക്കും. ഞാൻ പറഞ്ഞ എന്നോട് ഇത് ഞാൻ മാറ്റാൻ എന്നെ കൊണ്ട് കടലിലേക്ക് പോകും. ഇത് കൊണ്ടുപോകില്ലേ? വേഗം കൊണ്ടുപോകും. അപ്പൊ നിന്റെ എന്താണ് എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് അറിയണം. ഞാൻ ശരിക്കും ഞാനും ഇവരെ അറിയാം. എന്നെ കാര്യം തന്നെ അവരോട് ചോദിക്കാൻ പറഞ്ഞു. അവര് RSSകാരാണ്. എന്നെ പറ്റി അവര് പറഞ്ഞപ്പോ നിങ്ങൾ പോലീസ് എന്തിനാണ് കാക്കി എന്നെ കൊണ്ടുപോകും? അവരെ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ പറഞ്ഞു. നടക്കുകയല്ല. മനസ്സിലായി? RSSന്റെ ക്യാമ്പ് നടക്കുകയാണ്. ഒരു 280 RSSകാരുണ്ട്. അവര് നോക്കി നിൽക്കുകയാണ്. എന്നെ ബലമായിട്ട് കൊണ്ടുപോയാൽ നോക്കിയാൽ ഒരൊറ്റ പോലീസുകാരനെ അവിടുന്ന് പോകില്ലായിരുന്നു. മനസ്സിലായില്ലേ? RSSകാർ പറഞ്ഞ് വിടുന്നില്ല, എന്തിനു കൊണ്ടുപോകുന്ന അറിയണം എന്ന് പറഞ്ഞു. അവസാനം പോലീസിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ വന്ന് എന്റെ ചെവി പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്നും ഞങ്ങളെ രക്ഷിക്കും. എനിക്ക് സങ്കടം. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ അവിടെ പോകുന്നതിന് ഇപ്പം ഞാൻ ഇറങ്ങിയെന്ന് വരും. നിങ്ങൾ പേടിക്കുന്നു. കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവിടെ ചെല്ലുമ്പോഴേ എന്നെ ഇറക്കി വിടും. അതുകൊണ്ട് എന്നിട്ട് ഞാൻ തിരിച്ച് നിങ്ങളുടെ ക്യാമ്പിൽ വന്ന് പങ്കെടുത്തോളാം. ഉറപ്പാണ്. ഞാൻ ഇന്ന് 7 മണിക്ക് നിങ്ങളുടെ ക്യാമ്പിൽ വന്ന് ഞാൻ പങ്കെടുത്തിരിക്കും. ഉറപ്പാണ്. അങ്ങനെ എന്താ കൊണ്ടുപോകാം. പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് കോടതിയെ മുകളിലോട്ട് കയറ്റിക്കൊണ്ട് പോവുക. മുകളിൽ നിന്ന് മൈസൂരായിട്ട് സാർ വീട്ടിൽ പോകണം. പോലീസുകാർ നിങ്ങൾ എന്നെ ഈ മനുഷ്യനെ പിടിച്ചോണ്ട് വന്നു തീർന്നില്ല. 7 മണിക്ക് മുമ്പ് തിരിച്ച് RSSന്റെ ക്യാമ്പിൽ വന്ന് സംസാരിച്ചിട്ടാണ് ഞാൻ തിരികെ വീട്ടിലേക്ക് പോകുന്നത്. എന്നോട് ഇത്ര നമ്മുടെ പിണക്കം പിണറായിക്ക് ശബരിമല ശാസ്താവ് എന്ത് മഹാഭാവം ചെയ്തു നിങ്ങൾ പറയാൻ എന്ത് ചെയ്യും? പാവം ശബരിമല ശാസ്താവ് ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ? കാശ്മലക്കൂട്ടങ്ങൾക്ക് അറുതി വരുത്താൻ സർവശക്തനായ ദൈവം തമ്പുരാന്റെ ഭഗവാന്റെ അനുഗ്രഹമുള്ളവനാണ് അയ്യപ്പ ഭഗവാൻ എന്ന് നിങ്ങൾ അറിയണം.
അയ്യപ്പ ഭഗവാനെ 10 വയസ്സിന് 52 വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ കാണാൻ പാടില്ല, കയറാൻ പാടില്ല എന്ന് വിശ്വാസപരമായ ചൈതന്യം, വിശ്വാസപരമായ ഒരു തീരുമാനം നിലനിൽക്കുമ്പോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ആഗ്രഹം അയ്യപ്പനേക്കായി വലിയ ഞാനാണ് എനിക്ക് കാണിക്കണം. പിണറായി വിജയന്റെ വലിയ മുഴുപ്പല്ലേ, എങ്ങനെ കാണിക്കണേ? ഇപ്പൊ കാണിച്ചു. തുണി കൊടുക്കാത്ത 2 പെണ്ണുങ്ങളെ ചോദിച്ചുകൊണ്ട് പോലീസിലാക്കി. എവിടെ പോകുന്നത്? എന്ത് കാര്യം പിണറായി സഖാവേ പറ, എന്ത് കാര്യം? നിങ്ങൾക്ക് ശബരിമല വിശ്വാസികൾ ആചാരപൂർവ്വം ബഹുമാനപുരുഷം കണ്ടിരിക്കുന്ന ചില തത്വങ്ങൾ, ആ തത്വങ്ങൾ തകർത്തോട് നിങ്ങൾക്ക് എന്ത് ലാഭം? നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി നിയമം പറഞ്ഞല്ലോ. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പാർട്ടിയുടെ മഹിളാ ഫെഡറേഷനെ വെച്ചുകൊണ്ട് ഒരൊറ്റ സഖാവ്, വനിതാ സഖാവിനെയെങ്കിലും അയ്യപ്പന്റെ അടുത്തേക്ക് വിടാൻ ഇന്ന് വരെ നിങ്ങൾക്ക് കഴിഞ്ഞോ? നിങ്ങൾക്ക് പിന്നെ എന്തിട്ട് സൂക്കേടാണ്? അവിടെ തടഞ്ഞത് ശരിയാണ്. അന്നാണ് എന്നോട് വൈരാഗ്യം കൂടിയത്. ഞാൻ തന്നെയാ പോയി തടഞ്ഞല്ല, ഞാൻ ആരെയും വിളിച്ചോട്ട് കൂടിയിട്ടുണ്ട്. എന്നോട് പിന്നെ വഴക്കുണ്ടാക്കുന്നത്. പക്ഷെ പോലീസുകാർ കയറില്ല. ആയിരക്കണക്കിന് അയ്യപ്പന്മാർ, ശബരിമല വിശ്വാസികൾ മുഴുവൻ സ്വാമി ശരണം വിളിച്ചുകൊണ്ട്, അയ്യപ്പ ശരണം വിളിച്ചുകൊണ്ട് തന്റെ ഇടത്തോടുകൂടി ഞാൻ നിൽക്കുന്നതിന് പുറകിൽ ഒരുമിച്ച് കൂടിപ്പോ അവിടുത്തെ 100-500 പോലീസ് ഒരു ചുക്കുമല്ല എന്ന് പോലീസിന് മനസ്സിലായി. കേട്ടു നടക്കണം, കരഞ്ഞ് കാലെ പിടിക്കുന്നു. അന്നാണ് നമ്മുടെ സുരേന്ദ്രൻ, BJP ഇപ്പോഴത്തെ പ്രസിഡന്റ് സുരേന്ദ്രനെ ഞാൻ അവിടെ വെച്ചാ കണ്ടത് ആദ്യമായി. സുരേന്ദ്രൻ അങ്ങോട്ട് കടന്നു വന്ന് ഞാൻ മടുത്ത് വിഷമിച്ച് നിൽക്കുമ്പോ ചേട്ടൻ മാറിക്കൂ, ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സുരേന്ദ്രനെ ഏൽപ്പിച്ചവണ്ട് ഞാൻ മാറി. അന്ന് തുടങ്ങിയ വൈരാഗ്യം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയുടെ ആ പവിത്രത നശിപ്പിക്കാൻ ശ്രമിച്ച പിണറായി വിജയനോട് ഞാൻ വിനയത്തോട് ചോദിക്കുന്നു, ആ ദിവസത്തിന് ശേഷം ഇന്ന് വരെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എത്രയാ കൊറോണ വന്നത്? എത്രയാ വെള്ളപ്പൊക്കം ഉണ്ടായത്? ഇപ്പൊ ഇത് മുടിക്ക് വരൾച്ച വന്നിരിക്കുക. മനസ്സിലായില്ലേ? ഇതൊക്കെ ദൈവകോപത്തിന്റെ ഭാഗമാണ്. ഞാൻ നിങ്ങൾ വിനയത്തോട് പ്രാർത്ഥിക്കണം, ഈ കള്ളന്മാര് പോട്ടെ, നമുക്ക് മനുഷ്യന് ജീവിക്കാൻ വെള്ളമില്ല, മഴ പെയ്യാൻ വേണ്ടി നിങ്ങളുടെ ശാസ്ത്രം ഒരു മണിയില്ല വിചാരിക്കാതെ ക്ഷേത്രത്തിലും പള്ളികളിലും പോയി പ്രാർത്ഥിക്കുക. പിണറായി വിജയൻ പറയുന്നത് കേട്ടോണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 8 കൊല്ലമായല്ലോ. ഈ 8 കൊല്ലക്കാലത്തിനിടയിൽ പിണറായി വിജയൻ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ മതി. ആദ്യം പിണറായി വിജയൻ UAE പോവാ. അയാളൊക്കെ പൊക്കോട്ടെ, നമുക്ക് വിരോധമുണ്ടോ? അദ്ദേഹം അമേരിക്ക പോയി തിരികെ 6ഓളം അറേബ്യൻ രാജ്യങ്ങളെല്ലാം നടന്നു, തിരികെ വന്നു. എത്ര കോടി രൂപ എവിടെ കൊണ്ടിട്ടു? ഏത് സ്വിസ് ബാങ്ക് മാത്രമല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള സമ്പന്ന രാഷ്ട്രങ്ങളിലും അറേബ്യൻ രാജ്യങ്ങളുമായി വ്യാപാര ഇടപാടുകൾ ഉണ്ടാക്കി മകൾക്കും മകനും ഉൾപ്പെടെ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നത് മര്യാദയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ആ പോയപ്പോ UAE പോകുമ്പോഴാണ് ഒരു ബാഗ് എടുക്കാൻ മറന്നുപോയത്. മുഖ്യമന്ത്രി ഒരു ബാഗ് എടുക്കാൻ അവിടെ മേടിച്ചപ്പോയാ ബാഗ് UAE കോൺസുലേറ്റിൽ കൊണ്ടുവന്നു. എന്നുവെച്ച് മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് കോൺസുലേറ്റിന്റെ സെക്രട്ടറി ആയിട്ടുള്ള സ്വപ്ന സുരേഷൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ബാഗാണ് ഇത്, UAE എത്തിച്ചു കൊടുക്കും. എങ്ങനെ കൊടുക്കണം? നയതന്ത്ര പാർസലായിട്ട് കൊടുക്കണം. കാരണം ആരും നോക്കണം, ഗ്രീൻ ടാക്സ് അങ്ങോട്ട് ചെല്ലണം. ആ ബാഗ് വന്നു. അന്ന് അവിടുത്തെ PRO സ്ഥലത്താണ് എല്ലാം അവര് സ്കാൻ ചെയ്യുകയുമാണ്. സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഡോളർ. അതെങ്ങനെ പിണറായി നിങ്ങൾ ഇത്രയും ഡോളർ കൊണ്ട്? നോട്ടാണ്, ഇവിടുത്തെ നോട്ടാണ് മനസ്സിലാക്കാം. ഡോളറായിരുന്നു, അമേരിക്കൻ ഡോളർ. അതുമായിട്ട് അയാൾ പോയത്, അതാണ് അയാൾ കൊണ്ടുപോയത്. അത് കഴിഞ്ഞപ്പോ തിരികെ ഓരോ ദിവസം പാർസൽ വരാൻ തുടങ്ങി. അത് മുഴുവൻ പരിശോധിക്കും മുഴുവൻ സ്വർണ്ണം. 22 പ്രാവശ്യം അങ്ങനെ സ്വർണം പിണറായി വിജയൻ
നേരിട്ട് കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട്. നിഷേധിക്കട്ടെ, ഞാൻ പറഞ്ഞത് തെറ്റാണെന്നോ സംശയമുണ്ടെങ്കിൽ പിണറായി വിജയൻ കേസ് കൊടുക്കുക. ബാക്കിയോടെ ഞാനൊന്ന് തെളിയിച്ചോട്ടെ കോടതി കൂടെ. പിണറായിനെ കിട്ടിയാലേ ഒന്ന് തെളിയിക്കാൻ പറ്റൂ. അതുകൊണ്ട് കൊടുക്കാൻ കേസ് കൊടുക്കാൻ ഞാൻ എപ്പോഴും വിളിച്ചു പറയുന്നത് കൂടെ നമുക്ക് നോക്കാതെ തീർന്നോ, അതുകൊണ്ട് നിർത്തിക്കോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് കഴിഞ്ഞ് ഇപ്പോ വലിയൊരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായിട്ടാണ് ഇപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു പിടുത്തപ്പെട്ടിരിക്കുന്നത്. എന്താണ് സംഭവം? പിണറായിയുടെ മകൻ ചെയർമാനായിട്ടുള്ള എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയുടെ റിട്ടേൺ കൊടുത്തപ്പോ അതിനകത്ത് 1,72,00,000 രൂപ CMRL കമ്പനി ഇവിടെ വരവച്ചിരിക്കും. CMRL കമ്പനിയുടെ ഓഡിറ്റ് നോക്കിയപ്പോ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ 1,72,00,000 രൂപ CMRL ഈ എക്സാലോജിക് കമ്പനി കൊടുത്തിരിക്കുന്നതായിട്ട് കാണും. എന്തിനു വേണ്ടി കൊടുത്തു പറയട്ടെ. എന്ത് സേവനമാണ് വീണ ഈ കരിമണൽ കമ്പനിക്ക് ചെയ്തതെന്ന് പറയണ്ടേ? വിശദമായി അന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നു. കോടതി ഇടപെട്ടു. കോടതിയുടെ ഇടപെടലിലൂടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ SFIO, അതായത് ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കമ്മിറ്റി, ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഓൾ ഇന്ത്യ വ്യാപകമായിട്ടുള്ള കമ്പനി SFIO എന്ന് പറയും, ആ കമ്പനിയെ കോടതി നിർദ്ദേശപ്രകാരം അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. അല്ലാതെ നരേന്ദ്രമോദിയെ കുറ്റപ്പെടാം, അദ്ദേഹം ഒരു ബന്ധവും ചെയ്തത്. അവരൊന്ന് അന്വേഷിച്ചപ്പോ 1,72,00,000 കിട്ടിയത് ഒരു കണക്കുമില്ല. എന്തിന് കിട്ടിയെന്ന് പറയുന്നില്ല, എന്തിന് കൊടുത്തുവെന്ന് CMRL പറയുന്നില്ല. അവർ വിശദമായി പരിശോധിച്ചപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ തീരത്ത് നിന്ന് ആലപ്പുഴ ഉൾപ്പെടെയുള്ള കടൽ തീരത്ത് നിന്ന് 40,000 കോടി രൂപയുടെ കരിമണലാണ് കള്ളക്കടത്തായി ഈ രാജ്യത്തിന് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അവിടെയോ ആറ്റം ബോംബ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത് രാജ്യദ്രോഹകരമായ കാര്യമാണ്. വിശദമായ അന്വേഷണം നടക്കുക. ആ SFIയുടെ ഉദ്യോഗസ്ഥന്മാരെ കാശുണ്ടാ കിട്ടുന്നവരല്ല. SFIയുടെ ഉദ്യോഗസ്ഥൻ, ചീഫായിട്ട് വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥൻ നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ട് ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത ആളാണ്. അങ്ങേരുടെ മകന്റെ വീട്ടിലേക്ക്, അനിയന്റെ വീട്ടിലേക്ക് മതിയായി കയറി പ്രതിയെ അറസ്റ്റ് ചെയ്ത് തന്റെയിടം കാണിച്ച ഉദ്യോഗസ്ഥനാണ്. ആര് പറഞ്ഞാലും കേട്ടില്ല, കോൺഗ്രസ് ഭരണത്തിൽ പോകും. അത്ര സത്യസന്ധനായ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. കുഴപ്പത്തില്ല. അതുകൊണ്ട് പിണറായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പോൾ ഞാൻ രാജിവെച്ച് പിന്മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നന്നായി. നിങ്ങൾ അറിയണം, ഇവിടെ ഒരു വിഭാഗം, ഞാൻ ഒരു മതത്തെ കുറ്റപ്പെടുത്തുകയല്ല, ഒരു മെയിൻ ന്യൂനപക്ഷ വിഭാഗം, അങ്ങനെ പറയാത്ത കുഴപ്പമില്ലല്ലോ, അവരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലാണ് പിണറായി വിജയന്റെ മുന്നണി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മകളെ കൂടെ കെട്ടിച്ചു കൊടുക്കുന്നത്. അത് നടക്കട്ടെ, അവരുടെ കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷേ ജയിലിൽ പോകുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പോകേണ്ടി വരും. അതാണ് ആ അന്വേഷണം. ഞാൻ പറഞ്ഞു വന്നത് CPMന്റെ തീരുമാനം അതാണ്, അവിടെ നടക്കട്ടെ. പക്ഷെ കോൺഗ്രസിന് KPCC എന്തുകൊണ്ട് ഈ കാര്യം അറിയുന്നില്ല? KPCC കോൺഗ്രസിന് KPCC പ്രസിഡന്റ് ഉൾപ്പെടെ നേതാക്കന്മാരും ഇതേ മാനസിക നിലയോടുകൂടി ഈ പിണറായി പ്രോത്സാഹിപ്പിക്കുന്ന വിഭാഗത്തെ മാത്രമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വിഭാഗങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയാണ്. ന്യൂനപക്ഷങ്ങളിൽ അവകാശമൊന്നും കിട്ടാതെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ന്യൂനപക്ഷം മറ്റു മതവിഭാഗങ്ങളെ അവഗണിച്ച് പോകുന്ന പിണറായിയുടെ നയം ശരിയാണ്.
നയപരമായ കാര്യങ്ങളാണ്. ഒരു സംശയം വേണ്ട. ഈ ഭരണം മാറി വരുമ്പോൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും തുല്യമായി കാണാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനത്തിന് വേണ്ടി നമുക്ക് ശക്തമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നതിലൊരു സംശയമില്ല. 24 തെരഞ്ഞെടുപ്പിൽ ഒന്നുമില്ല എന്നല്ല പറയുന്നു, BJP ഒന്നുമല്ലെന്നല്ല പറയുന്നു. നോക്കിക്കോളൂ, നമ്മുടെ പ്രിയങ്കരനായ ഇവിടത്തെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ കേരളത്തിൽ, ഞാൻ എത്രയെന്നൊന്നും പറയുന്നില്ല, BJP ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പോവുക. ഒരു സംശയമില്ല. അസംബ്ലിയിൽ നേരത്തെ അക്കൗണ്ട് തുറന്നതാണ് നമ്മുടെ രാജ്യത്ത്. ഇതിന്റെ പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറക്കും, സംശയം വേണ്ട. 26 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്നലെ കോഴിക്കോട് പറഞ്ഞതിന് വീണ്ടും ആവർത്തിക്കുന്നു. 26 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് BJP തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഭൂരിപക്ഷം ആർക്കും കാണുകയില്ല, നമ്മളില്ലാതെ തീർന്നില്ല. മോദിയുടെ തീരുമാനപ്രകാരം 2029 പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ഉൾപ്പെടെയുള്ള ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു സംശയം വേണ്ട, 2029 BJPയുടെ പ്രതിനിധി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. തന്റെ ഇടമായി നിങ്ങൾ മുന്നോട്ട് പോവാം, അതിനൊന്നും ഒരു സംശയം വേണ്ട. ഇത് വരാൻ പോവുക. ഇത് വരും എന്നറിഞ്ഞപ്പോഴാണ് വിഷമം. BJPയുടെ പ്രവർത്തനങ്ങളിൽ വളരെ വിനയത്തോട് പറയട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പ്രവർത്തിച്ചത്, ഞാൻ 2013 മുതൽ BJPയുടെ ഒരു സഹപ്രവർത്തകൻ എന്ന ജീവിച്ചു വന്ന ഒരു പൊതുപ്രവർത്തകനാണ്. മെമ്പർഷിപ്പ് എടുത്ത് 24-ലാണ്. പക്ഷേ 2013 മുതൽ BJPയോടൊപ്പം സഹകാരി എന്നതിൽ ജീവിച്ച ആളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മത്സരിച്ചതേ ഉള്ളൂ. പക്ഷെ ഇനി ഈ കേരളത്തിൽ BJP മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണെന്നുള്ള ഓർമ്മയോടുകൂടി പ്രവർത്തിക്കണം. ആ പ്രവർത്തനം വന്നു കഴിയുമ്പോൾ യാതൊരു സംശയം വേണ്ട, ഞാൻ ഈ പറഞ്ഞതുപോലെ 2029 നമ്മുടെ മുഖ്യമന്ത്രികളുണ്ടാവും. ഇവിടെ ഒരു മര്യാദയുമില്ലാതെ എന്ത് ചെയ്യാമെന്ന ധാർഷ്ട്യത്തോടുകൂടി നീങ്ങുന്ന പിണറായി കോൺഗ്രസ് സഖ്യം നമുക്ക് തകർത്തേ പറ്റില്ലാവും. ഇവർ ആര് ജയിച്ചാലും, LDP ജയിച്ചാലും UDP ജയിച്ചാലും ഇന്ത്യൻ പാർലമെന്റിൽ പോയി മോദിക്കെതിരെ കൈ ഉയർത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. മോദിക്ക് അനുകൂലമായി കൈ ഉയർത്തണമെങ്കിൽ നമ്മുടെ രഘുനാഥിനെ പോലുള്ള മാന്യന്മാരായ ആളുകൾ ഇന്ത്യൻ പാർലമെന്റിലെത്തണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യുകയല്ല പ്രവർത്തിക്കേണ്ടത്. വോട്ട് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ വോട്ട് കൊണ്ട് നിങ്ങളെ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കില്ല. നിങ്ങളുടെ വീട്ടിലുള്ളവർ മാത്രം വോട്ട് ചെയ്താൽ പോരാ. നിങ്ങളുടെ അയൽവാസികൾ മാത്രം പോരാ. നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി BJPയുടെ ചിഹ്നം താമര അടയാളത്തിന്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുത്ത് BJPയുടെ സ്ഥാനാർത്ഥികളെ, NDAയുടെ സ്ഥാനാർത്ഥികളെ കേരളത്തിൽ 20 സ്ഥലത്തും ജയിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട് ശ്രമം നടത്താൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അപ്പോ നിങ്ങൾ പ്രവർത്തനം ഉറങ്ങരുത്, ഉണരരുത് എന്ന അഭിപ്രായം ഞാൻ പറയും. ഉറങ്ങാൻ നേരമില്ല. ഈ ഏപ്രിൽ 26-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. 26-ാം തീയതി 6 മണി കഴിഞ്ഞ് പെട്ടി കൂട്ടിക്കഴിഞ്ഞ് നിങ്ങൾ പ്രവർത്തകർ ഉറങ്ങാവൂ എന്നാണ് എന്റെ അഭിപ്രായം. ആ നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം. ഞാൻ മറ്റു വിശദാംശങ്ങൾക്കൊന്നും കൂടുതലായി കിടക്കത്തില്ല. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് നിങ്ങൾ അറിയണം, ഈ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഭരണം ഉണ്ടാവുന്ന ആർക്കും തർക്കമില്ലെന്ന് മാത്രമല്ല, മോദിക്കും തർക്കമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയി അദ്ദേഹം വരുമെന്ന് അദ്ദേഹത്തിന് തർക്കമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ക്യാബിനറ്റ് പ്രത്യേകം കൂടി നമ്മുടെ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 100 ദിവസത്തിനകം നടപ്പാക്കുന്ന പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ തന്റെ മന്ത്രിമാരെ മോദിജി ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ഇവിടെ ഇവന്മാർ വർത്തമാനം പറഞ്ഞു നടക്കുക.
അതായത് രാജ്യമാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. ഈ നാടിന്റെ ഭാരതത്തിന്റെ മഹത്വമാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അയോധ്യ, അയോധ്യയിൽ എന്താണ് ഇതിനെന്തായി? മോദിജി കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ നടപ്പാക്കാത്ത ഒരെണ്ണം വിളിച്ചു പറയാൻ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുക. ആരും കയറി വരാം, തർക്കത്ത് ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം നടപ്പാക്കാത്ത ഒരു കാര്യം പറഞ്ഞാൽ മതി. അയോധ്യ പറഞ്ഞപ്പോ എല്ലാവരും ഇത് എങ്ങനെ ഉണ്ടാവും, ചുമ്മാ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ അവിടെ പോയി. ഇപ്പൊ പരാതിയല്ല, മോദി എങ്ങനെ അതിന്റെ ആചാര്യനായി എന്നുള്ള പറഞ്ഞു. അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടായിട്ടാണ്. യുവന്മാരെ പോലെ കള്ളം കുടിച്ച് വെല്ലുവിളിച്ച് നടക്കണം അദ്ദേഹം. അദ്ദേഹം പരിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ്. ക്ഷേത്ര ദർശനം നടത്തുന്നതാണെന്ന് മാത്രമല്ല, ദൈവവിശ്വാസിയാണെന്ന് മാത്രമല്ല, അദ്ദേഹം ശുദ്ധമായി 7 ദിവസം നോമ്പ് നോറ്റ് അന്നാഹാരാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് പ്രാണപ്രതിഷ്ഠ നടത്തിയത് അറിയാമോ? അല്ല ചുമ്മാ ഓടിച്ചെന്നേച്ച് നമ്മുടെ പല മാന്യന്മാരും നേരെ കള്ളിഷാപ്പിൽ നിന്ന് പ്രതിഷ്ഠ നടത്താൻ ചെല്ലുന്നവരല്ല പോയത്. ഇത് നിയമപ്രകാരമാണ് അദ്ദേഹം ചെയ്തത്. പല ഹൈന്ദവ നേതാക്കന്മാരും ആദ്യം കുറ്റം പറഞ്ഞെങ്കിലും ഇപ്പോ അദ്ദേഹത്തിന്റെ ആ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോ ഈ കുറ്റം പറഞ്ഞ മാന്യന്മാരുടെ അയോധ്യയിൽ ഓടിയെത്തുക വളരെ നന്നായി എന്നാണ്. ശക്തി കൂടുതലായിരിക്കുക, അതിൽ കൂടുതൽ ശക്തിയാണ്. യോഗി ചെയ്ത ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇരുന്നതിന് കൂടുതൽ ശക്തിയോടുകൂടി ഭഗവാന്റെ പ്രവർത്തനമാണ് നടക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു ദിവസം 5 ലക്ഷം ആളുകൾ വരെ അവിടെ സന്ദർശിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പം ഭയങ്കര വിങ്ങലാണ്. അതാ സഹിക്കാൻ പറ്റാ. വിങ്ങല്ലാതെ ഒരു മാർക്കും ഇല്ല. നല്ലത് ചെയ്തു പോകണം. നിങ്ങൾ 60 കൊല്ലം ഭരിച്ചില്ലേ കോൺഗ്രസ്സുകാരാ? നിങ്ങൾ എവിടെ ആയിരുന്നു? നിങ്ങൾ വല്ലതും ചെയ്തോ? നിങ്ങൾക്ക് അവസരമുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല? അപ്പൊ ചെയ്യാതിരുന്നിട്ടൊരു നല്ലത് ചെയ്യുമ്പോൾ അവനെ കുറ്റം പറയുന്ന പരിപാടി നിർത്തിവെക്കണം. അതാ എനിക്ക് പറയാം. ഞാൻ മറ്റു വിശദാംശങ്ങളൊന്നും കിടക്കുന്നില്ല. വളരെയേറെ ആളുകൾ ഇവിടെ സംസാരിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നേതാക്കന്മാരെ ഒരു വലിയ നിര ഇവിടെ പ്രസംഗിക്കാൻ കൊണ്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥിയും സംസാരിച്ചിട്ടില്ല. ഞാനിവിടെ ചുരുക്കിയാണ്. എനിക്ക് ഇന്ന് നെയ്ച്ച് ഈരാറ്റുവട്ടം 10 മണിക്കൂർ യാത്ര ചെയ്യണം. അതുകൊണ്ട് നിർത്തിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ആശംസിക്കുകയാണ്. പ്രിയ രഘുനാഥന്റെ വിജയം ആഘോഷിക്കാൻ ഇവിടെ വരാനുള്ള അവസരം കിട്ടണമേ എന്നാണ് എന്റെ പ്രാർത്ഥന. നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായി ഇറങ്ങി തിരിച്ചാൽ പിണറായി വിജയനോട് കഴിഞ്ഞവൾ ഏറ്റുമുട്ടിയതാണല്ലോ. ആ പിണറായി വിജയനോട് മുട്ടിയ സ്ഥാനത്ത് ഇപ്പോ പിണറായി വിജയൻ ആരായിരുന്നു നമുക്കറിയാം. ഇപ്പോഴാണ് മറ്റൊരു എളുപ്പമുണ്ട് മുട്ടാൻ. ആരോഗ്യമൊന്നുമില്ല, പോക്കായി നിൽക്കുക. എന്നാൽ ഇവിടെ മത്സരിക്കുന്ന 2 ആളുകളും, നമുക്കെതിരായി മത്സരിക്കുന്ന 2 ആളുകളും അവരവസാനം ഒന്നാണെന്ന വസ്തുത നമുക്കറിയാവുന്നത് കൊണ്ട് ആ 2 കൂടെ ഒന്നിച്ചാലും നമുക്ക് ജയിക്കണമെന്ന ബോധ്യത്തോടുകൂടി ഉള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ നിങ്ങൾ തയ്യാറാണ്. എങ്കിലേ നമ്മൾ ജയിക്കും. അതിനുള്ള ശ്രമം നിങ്ങൾ നടത്തണം എന്ന് മാത്രം അപേക്ഷിക്കുന്നു. മറ്റ് വിശദാംശം കടക്കുന്നില്ല. പ്രിയങ്കരായ നേതാക്കന്മാർ പറയുന്നത് കേട്ട് നിങ്ങളുടെ പ്രവർത്തനം ശക്തിമത്തായി മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഒരിക്കൽ കൂടി വളരെ വിനയമത്സരം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ ഇളയ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി.